സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചു. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയായിരിക്കും വൈദ്യുതി നിയന്ത്രണം. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം നടപ്പിലാക്കുന്നത്. കേരളത്തിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനിടയിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം വേണമെന്നുമാണ് KSEBയുടെ അഭ്യർത്ഥന. പ്രഖ്യാപനമില്ലാതെ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഇതിനിടയിലാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന KSEBയുടെ മുന്നറിയിപ്പും. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായി നിയന്ത്രണം ഏർപ്പെടുത്തണം. വൈദ്യുതി നിയന്ത്രണം സാധ്യമായ സമയത്ത് SMS വഴി മുൻകൂട്ടി അറിയിക്കുമെന്നാണ് KSEB പറയുന്നത്. പീക്ക് മണിക്കൂറുകളിലെ വൈദ്യുതി ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമുള്ള വൈദ്യുതി ആവശ്യകതയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി കൂട്ടിയും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി എത്തിച്ചും എല്ലാ ഉപഭോക്താക്കൾക്കും ഇടതടവില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് വൈദ്യുതി വകുപ്പ്. വൈദ്യുതി ആവശ്യകത പരിധിക്കപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖലയും വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിലെങ്കിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അത്തരമിടങ്ങളിൽ ശൃംഖല പുനഃക്രമീകരണത്തിലൂടെയും മറ്റും ഉപഭോക്താക്കളുടെ ബുദ്ധിമുട്ട് കഴിയുന്നിടത്തോളം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും കുതിച്ചുയർന്നിട്ടുണ്ട്. പീക്ക് സമയം വൈദ്യുതി ഉപഭോഗം ഏപ്രിൽ 18 സർവ്വകാല റെക്കോർഡായിട്ടുള്ള 117.16 ദശലക്ഷം യൂണിറ്റിലേക്കെത്തി. വൈകുന്നേരം 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്കെത്തി. ഏപ്രിൽ 23 രാത്രി 10:30 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ വൈദ്യുതി ആവശ്യകത കൂടുകയുണ്ടായി. ഇത് താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ വൈകുന്നേരം 6-നും 11-നും ഇടയിൽ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നാണ് KSEBയുടെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.